is that? ഹായ് Hi, Appu. അപ്പൂഷ് കല്യാണിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ? ആണോ? Oh. ഹാപ്പി നോ. അത് ഒരുമിച്ച് പാടാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ അത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്നും പറയാനില്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. See what's this nose? സത്യം. എന്നാ ഞങ്ങള് വിഷ് ചെയ്യാട്ടോ. ഞങ്ങള് വിഷ് ചെയ്യണേ. കല്യാണിക്കുട്ടി എന്ന് പറയുമ്പോ നമ്മുടെ വീടിന്റെ വൃതം അല്ലേ? അതാണ് ഞങ്ങളുടെ ഒരു ലൈഫ് എന്താ കംപ്ലീറ്റ്ലി സ്പിന്നിങ് അറൌണ്ട് കുഞ്ഞാപ്പീസ് ആണ്. ജോലി കഴിഞ്ഞ് വിഷമിച്ച് വരുമ്പോ അതിന്റെ ഒരു ചിരി കാണുമ്പോ തന്നെ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എല്ലായിടത്തും കുഞ്ഞുങ്ങളുള്ളിടത്ത് അങ്ങനെ ആയിരിക്കും. അവിടത്തെ ഫുൾ മൊമെന്റം കീപ്പ് ചെയ്യണത് ആ കുഞ്ഞുങ്ങളുടെ ഒരു എനർജി ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യൂട്ടി പൈ ഇന്ന് ക്യൂട്ടി പൈയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ? നമ്മള് നേരം വെളുക്കുമ്പോ കേക്ക് കട്ട് ചെയ്യും. അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അതായത് നേരം വെളുത്ത് കഴിഞ്ഞിട്ടുള്ള ഏത് സമയത്ത് വേണേലും കേക്ക് കട്ട് ചെയ്യും. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാപ്പിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് എല്ലാവിധ വിഷസും ഞങ്ങൾ നേരുന്നു. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഇന്നിപ്പോൾ ജസ്റ്റ് ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാംസ് ഒന്നും പ്ലാൻ ചെയ്തില്ല. നാളെ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അത് പുറത്ത് വെച്ച് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വെതർ ഭയങ്കര മോശമായി. ഭയങ്കര സ്നോഫോളും കാറ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ഞങ്ങളത് മാക്സിമം ശ്രമിക്കും. നാളെയാ ബർത്ത്ഡേ ആക്ച്വലി. ടുനൈറ്റ്. അതെ, അപ്പൊ ഞങ്ങള് അപ്പൊ ആ രീതി പ്ലാൻ ചെയ്ത് എന്തായാലും നോക്കാം എന്താവും എന്നുള്ളത്. എന്തായാലും അതെ, അവൾ കുഞ്ഞിന് ഹാപ്പി ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. അതെ. അപ്പൊ എങ്ങനെ കുഞ്ചൂസിന്റെ ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളതിനുള്ളൊരു ചെറിയ വീഡിയോ ആണിത്. വേറൊന്നുമില്ല, അവനത് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഈ 1 year to 2 years എങ്ങനെയുണ്ടായിരുന്നു കല്യാണിക്കുട്ടി? 1 year to 2 years ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ഭയങ്കര ക്യൂട്ട് ആണത്. ഇങ്ങനെ പോയി സത്യം. ആ ഒരു ഫീലിംഗ് ഡിഫറെന്റ് ആണ്. അപ്പൊ ആൾക്ക് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് സോ ഹാപ്പി. അത് ഡിഫറെന്റ് ഫീലിംഗ് ആണ്. എസ്പെഷ്യലി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അവന്റെ ആ ഒരു എക്സ്പ്രഷൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കലൊക്കെ അത് ദിവസങ്ങളുണ്ട്. അയ്യോ, കരഞ്ഞ് ലീവ് എടുപ്പിച്ചു എന്നെ കൊണ്ട് ഒരു വർഷം. പിന്നെ ഇമോഷണലി നമുക്ക് പലപ്പോഴും ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങള് രണ്ടുപേരും ജോലി ചെയ്യണോണ്ട് തന്നെ ഡേ കെയറിൽ വിടേണ്ട അവസ്ഥയുണ്ട്. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഇനിഷ്യലി ഒക്കെ നിന്നെ എന്താ പറയാ ഡേ കെയറിൽ കൊണ്ടാക്കിയ ദിവസം കരഞ്ഞാണ് വന്നത്. ഇവനല്ല, രണ്ടുപേരും കരച്ചില് കുറച്ച് കഴിയുമ്പോ മാറും. പക്ഷെ നമ്മുടെ കരച്ചില് മനസ്സിൽ നിൽക്കും. അതെ, ഭയങ്കര ഇമോഷണലായി ഇപ്പോഴും ഓർക്കുമ്പോഴും സങ്കടം വരും. പക്ഷെ ഇപ്പം ആള് അവിടെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി. പിള്ളേർ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. സോ അറിയാം. പക്ഷെ ഒരുപാട് എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഡേ കെയറിൽ വിടണോണ്ട്. അത് ആദ്യം ഒരു സങ്കടമായിരുന്നു, ഡേ കെയറിൽ വിടണമല്ലോ. കാരണം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ, പാരന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഡേ കെയറിൽ വിട്ട നിന്നെ. പക്ഷേ നീ ഒരുപാട് കാര്യങ്ങള് ഇപ്പൊ ഒരു 2 yearsനുള്ളിൽ തന്നെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ കുറെ ഇപ്പോഴേ പഠിച്ചിട്ടുണ്ട്. കൗണ്ട് ചെയ്യാൻ എന്താ പറഞ്ഞ 1 to 10, 12, 13 കൗണ്ട് ചെയ്യും. ഇപ്പോഴേ കളേഴ്സ് അറിയാം. ഒരുപാട് റൈംസ് ഇപ്പൊ പറയുന്നുണ്ട്. അത്യാവശ്യം മനസ്സിലാകണ രീതിയിൽ തന്നെ പാട്ടെല്ലാം പാടും. അപ്പൊ അതെല്ലാം ഒരു എന്താ പറഞ്ഞ ഒരു സങ്കടമുള്ള ഫേസ് ആണ് എന്നെങ്കിലും അതിന്റെ ഒരു വേറെ സൈഡ്, ഭയങ്കര പോസിറ്റീവ് സൈഡ് നിന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു എന്താ പറയണ ഒരു അച്ചീവ്മെന്റ് ആണ്. എന്താ പറയാന് ഒരു ഗോള്. അതെ, ഒരു എന്താ പറയുക ഒരു മൈൽ സ്റ്റോൺ സെറ്റ് ഇതായ പോലെ ഉണ്ട്.
അപ്പൊ അത് ഭയങ്കര, ഞങ്ങളെ സംബന്ധിച്ചോളം ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അത് മാത്രല്ല ചുമ്മാ അലമ്പെടുക്കണ ഒരു ആളല്ല നീ, അതാണ് എനിക്ക് ഏറ്റവും അഭിമാനമുള്ള കാര്യം. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും അലമ്പില്ല. അപ്പൊ എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ ഒരു കുഴപ്പമില്ല. എല്ലാം അനുസരണയെന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ എന്താ പറയാ കുറുമ്പ് കുസൃതിയൊക്കെ ഉണ്ടെങ്കിലും പുറത്തു പോകുമ്പോ എന്താ പറയണ നല്ല മിടുക്കാസാണ്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പുറത്തു പോകുമ്പോ. പുറത്തു പോകുമ്പോഴാണേലും വീട്ടിലാണേലും മോസ്റ്റ്ലി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ടൈമൊക്കെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു സൂപ്പർ ബേബിയാണ് സത്യം പറഞ്ഞ. പിന്നെ കുഞ്ഞൂസിനെ കുറിച്ച് പറയണതാണെങ്കിൽ എന്താ പറയാ, ഞങ്ങളുടെ എല്ലാം നീയാ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ഞങ്ങളെ എല്ലാ തരത്തിലും സന്തോഷിപ്പിക്കണ, നമ്മുടെ ലൈഫിനൊരു മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ അത് കല്യാണിക്കുട്ടിയാണ്. ഭയങ്കര ഭയങ്കര സന്തോഷാണ്. അപ്പോ ഇത് കുഞ്ഞൂസിന്റെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അത് എന്താ ഇനി 2 to 3 പോകുമ്പോ ഇതിലും സൂപ്പർ ആയിട്ടിരിക്കാൻ പറ്റട്ടെ. നമുക്ക് 3 പേർക്കും കൂടെ എല്ലാം ഡീൽ ചെയ്ത് നമ്മുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോവാം. എന്താ പറയാ, എല്ലാ ഹാപ്പിനെസ്സും ഉണ്ടാകട്ടെ. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഇനി എനിക്ക് തോന്നുന്നു ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവര് വീഡിയോ ഒക്കെ ആക്സസ് ചെയ്യാറാവും. അപ്പൊ നിനക്ക് കാണാൻ വേണ്ടിട്ടാ മെയിനായിട്ടും അമ്മ അച്ഛനൊക്കെ ഇത് പറയണം മൊത്തം. അപ്പൊ ഒരുപാട് 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 ചക്കര ഞങ്ങള് ദൈവത്തിനോട് നന്ദി പറയണം, ഇങ്ങനത്തെ ഒരു ചക്കരക്കുട്ടനെ ഞങ്ങൾക്ക് തന്നതിന്. ലവ് യു സോ മച്ച്. ജീവനാണ്, നമ്മുടെ എല്ലാവരുടെയും ജീവനാണ്. നമ്മുടെ മുത്താണ് കല്യാണിക്കുട്ടി. അപ്പൊ വേറൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി കേക്ക് കട്ടിങ് ഒക്കെ രാവിലെ എണീച്ചിട്ട് ബാക്കി നമുക്ക് നാളെ ചെയ്തിട്ട് അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കല്യാണിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ 2 years ഓഫ് കല്യാണിക്യൂട്ടിസം. അതെ 2 years. അതെ, നോക്കണം, സ്റ്റിൽ ഗോയിങ് ഓൺ അല്ലേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ലവ് ആണേ. ഓക്കെ, ലവ് യു സോ മച്ച്. ഇനി ഈ വീഡിയോ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ അമ്മയുടെ അച്ഛയുടെ FB പേജില് അല്ലെങ്കിൽ ഇൻസ്റ്റയില് യൂട്യൂബിൽ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും ഫോർ ഷുവർ. ഇനി നമ്മുടെ മെമ്മറി ബാക്കപ്പിൽ ഇല്ലെങ്കിൽ പോലും ഇത് ഉറപ്പായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ലവ് യു സോ മച്ച്. അപ്പൊ നമുക്ക് പോയി കിടന്നുറങ്ങാം. ബൈ ബൈ. നോക്കി ക്യൂട്ടി ക്യൂട്ടി ഷീ ക്യൂട്ടി. ബൈ.